ഫസ്റ്റ് മഴ പെയ്ത സ്റ്റാർട്ടിങ്ങിലുള്ള കുളിയാണത്. ഇതാണ് നമ്മളെ കുളത്തിന്റെ എവിടെ. ഓ ചാച്ചി എന്താ സാധനം എടുത്ത് തരണം. സാധനം ഇട്ട് തരും. ഇതെന്താടാ? അയ്യോ അതെന്താ അമ്മയാണ്? ചാച്ചുവിനതേ എന്താണ് കാട്ടിയതിനാ? ഇതെന്താ സാധനം എന്താണ്? ഇബ്രാപ്പ് ഇവിടെ വല ഇട്ടീണ്. നമ്മൾ പുതിയ ചെയ്തൊരു സിസ്റ്റമാണ്. അതാണിപ്പോൾ കുളക്കാകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്രാപ്പ് മീനൊക്കെ കിട്ടിയതൊക്കെ ഇബ്രാപ്പ് കൊണ്ടുപോയതാണ്. അപ്പൊ ഇത് ലാസ്റ്റത്താണ്. അപ്പൊ കിട്ടാതെ നിന്നിട്ടുള്ളതാണത്. കിട്ടിയതൊക്കെ കാണിക്കണം ചേട്ടാ. ഇബ്രാപ്പ് പുതിയതാ നല്ലതാ ചാച്ച വാങ്ങിക്ക. കരിമീൻ നല്ലുണ്ടല്ലേ? കരിമീൻ കുറെ കിട്ടിയല്ലേ? രണ്ട് കരിമീൻ അത് വാങ്ങിക്കോ. ആ സൈഡിൽ ബ്രോ ആ സൈഡ് എടുത്ത് നോക്കാം നമുക്ക്. മദ്രസിന്റെ നേരെ മുന്നിലെ കൊള്ളാം. ഇനി മീൻ വിളിച്ചോ? സാധനം ബ്രോ ഇതൊക്കെ മീൻ പിടിച്ച് കഴിഞ്ഞാട്ടോ. അത് നട്ടു ഉച്ചക്ക് ആയതുകൊണ്ടാണ്. 10:30 മണിയാണ്ട്. രാവിലെ ഉള്ളവരൊക്കെ കിട്ടിയത് കൊണ്ടുപോയിക്കണു. ആരാ കൊണ്ടുപോയത്? അബ്ബാസല്ല. അബ്ബാസ് 15 കരിമീനും പിന്നെ വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. വിവരം കിട്ടിയിട്ടുണ്ട്. ഇബ്രാപ്പ് ഒരു 10 കിലോന് വേറെ കൊണ്ടുപോയിക്കണു എന്നാണ് അറിവ് കിട്ടിയത്. ഇബ്രാപ്പ വേണ്ടാ കിട്ടിയത് മതി എന്ന് പറയുന്നുണ്ട്. തട്ടിടല്ലേ മൊബൈല് പോയാല് സിമ്പിളായിട്ടാണ്. ഇമാരൊക്കെ ഇവിടെ കുളിച്ച് ആർമാദിക്കാണ്. വലിയ സൈസുള്ളതല്ലേ? സൈസുള്ള കിട്ടാൻ
സാധനം എങ്ങനെ ആ പക്ഷെ ഇതിൻ്റെ ഇപ്പം ഇതിലുള്ള സാധനം പുറത്ത് ഇങ്ങനെ സാധനം നമ്മളെ ഇബ്രാപ്പൂവിൻ്റെ വലടൽ ഫുള്ള് വീഡിയോ നമുക്ക് എടുക്കാൻ കഴിയില്ല, എന്നാലും നമ്മൾ മാക്സിമം എടുത്തിട്ടുണ്ട്. പക്ഷെ മീൻ കിട്ടിയത് ഇപ്പോഴല്ല, രാത്രിയാണ് മീനൊക്കെ കിട്ടിയിട്ടുള്ളത്. നല്ല മീൻ ഉണ്ടായിരുന്നു പറഞ്ഞ് കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ സമയം നല്ല ഉച്ച സമയമാണ്. ഉച്ച സമയം എന്ന് പറഞ്ഞാൽ മീൻസ് ഒരു 11 മണി. അപ്പോൾ അതുകൊണ്ടാണ് ഈ മീനൊക്കെ കുട്ടികളൊക്കെ വെള്ളത്തിൽ ചാടി ഇതൊക്കെ ചാടി. മഴ വന്നു കഴിഞ്ഞാൽ കുളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇപ്പോൾ പോയിട്ടുണ്ട്. സ്വിച്ചൊക്കെ മാറിയിട്ട് നല്ല അടിപൊളി സ്വിച്ചായി. അരികുളത്തിൻ്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ ഇപ്പം പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പം നല്ല വൃത്തിയായി നമ്മൾ പഴയ സിസ്റ്റം. കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇപ്പം പക്ഷെ ഇപ്പോൾ ശരിക്കും വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല, വെള്ളം കുളിക്കാൻ പാടില്ല ശരിക്കും. ഇതാണ് ഇപ്പം നമ്മളെ കനാലിൻ്റെ സിസ്റ്റം. മദ്രസ് നമുക്ക് അവിടുത്തെ നന്നാക്കിയിട്ട് ഇവിടെയൊക്കെ നല്ല വൃത്തിയായി. ഇപ്പോൾ വണ്ടി പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അടിപൊളി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ പാടത്ത് കാണെത്തും. ഇതിൽ കൂടെ മീനൊക്കെ കേരളം താകലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും ചെയ്യും, കയറും ചെയ്യും. കയറുന്ന ആൾക്കാരുണ്ടാവും, ഇറങ്ങുന്ന ആൾക്കാർ. ഇതിലൊക്കെ ആദ്യം നല്ല മീൻ ഉണ്ടായിരുന്നു. ഇപ്പം മീൻ വളരെ കുറവാണ് തോന്നുന്നത് ഈ സമയത്ത്. ഇനി എല്ലാ കുളത്തിലും ഇനി വല്ലാന്ന് അറിയിച്ച് ഇവിടെ ഫുള്ള് കുട്ടികളെ കുളികളാക്കാൻ നീന്തം പഠിക്കണമല്ലോ ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, ആ ചാടിക്കോ ചാടിക്കോ. 3 1 2 3. വെള്ളം വൃത്തിയില്ല. വെള്ളത്തിനോട് കുളിക്കാൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല ഈ സമയത്ത്. ഈ സമയത്ത് കുളിക്കാൻ പാടില്ല. നല്ല വെള്ളമാണ്. ഇനി മഴ പെയ്താൽ ഇനിയും വെള്ളം കൂടും. ഇതൊക്കെ ഈ കുളം ഇതും കൂടി ഇങ്ങനെ രണ്ടും ഒന്നാകും. അപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കേണ്ടത്. പോലെ മതി. അപ്പോൾ ബാച്ചുവിന് വലിയ ഇഷ്ടമല്ല ഈ വെള്ളത്തിൽ കുളിക്കാൻ. ബാച്ചു വെള്ളം ഒന്ന് മാറിട്ടാറുണ്ട്. ബാച്ചു കുളിക്കടാ. അന്തേ സാജു സാജു ബാ പോവാ ബാ മതില്ല. എങ്ങനാ അന്തിയേ മതിയേ പോവല്ല. ഇനി എന്താ റെഡി കാസ്റ്റ് ചെയ്യേ? ആദ്യത്തെ ഓൻ്റെ അതിൻ്റെ ഓൻ്റെ റെഡി. അങ്ങനെ വല ഉണ്ടായതുകൊണ്ട് തന്നെ ഇടാത്ത്. ഇതിലൊന്നുമില്ല, ഇതുകൊണ്ട് കിട്ടാനുള്ള ഒരു സാധനം തീരില്ല. വാഗൊക്കെ വേണത് എൻ്റെ ഈ ഫ്രോഗ് മേലൊക്കെ കിട്ടണമെന്നുണ്ട്. എൻ്റെ മേത്തോട്ടെടുത്തിട്ടാ അടിച്ചാ ശരിയെന്ന്. അവന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഇതാണ്, കാസ്റ്റ് ചെയ്യുക. ട്രെയിന് കേട്ടോ. ഇവിടെ നമ്മൾ ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നല്ല നമ്മൾ ചെയ്യല്. അതുപോലെ ട്രെയിനിങ്ങിൻ്റെ സ്ഥലമാണ്. അവസാനം വന്നിട്ടില്ലേ രാജുവാ? ആസാനം മേത്തോട്ടല്ലേ അറിയാ? എങ്ങനാ അതിൽ വലുതുണ്ടാ? രാജു ആ മൂലൊക്കെ ഇട്ട് കൊടുക്ക. അവൻ്റെ ബലം ഇല്ലാത്തോണ്ട് ഞങ്ങൾ ബലം ഉണ്ടാവുന്ന വേണ്ടാന്നാണ്. മാറുന്നാണ് മേത്തോട്ടിടാ. ആ തട്ടുപൊളി
ഇതാണ് നമ്മളെ കാസ്റ്റിംഗ്. എന്താ പറയാ ചാച്ചോ? ചാച്ചുവിൻ്റെ മറന്നള മേത്തിട്ടു. ആ അതെന്നാ കൊടുന്ന ഞാൻ കണ്ടിട്ട് ചെല്ലോ പേര്. അത് എന്നിട്ട് അതിനിട്ടിതാ വളർത്തി നോക്കിയിട്ട് ചേട്ടോ ഞാന്. ഇതെന്താ കരിമീണ്ടല്ലേ? ഞാൻ അപ്പോൾ തന്നെ അതിൻ്റെ അവിടെ കുടുങ്ങി. എന്തല്ലേ ബ്രോ? 3 ചേറാൻ കിട്ടി. 3 ചീറ ഇബ്രാഹിം കൊണ്ടുപോയിട്ടുണ്ട്. ഇബ്രാപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. ഓ സോറി കാല് എന്നെ കൊടുന്ന് കാണിച്ചു തരാണ് ഇപ്പം നമ്മൾ അസീബ്. ഇതാണ് ഓൻ പറഞ്ഞത്. ചേട്ടാ കരിമീൻ ഉണ്ടല്ലോ അയ്യാ അഞ്ഞോ കരിമീനും കൊണ്ടയാ. അപ്പം ഇനി മീതിയില്ല. ഇനി ചാച്ചു എന്തിണ്ടാ കിട്ടോ? എവിടെ കിട്ടണല്ലേ? ഇതിന് കിട്ടൂല ചാച്ചോ. ഇതിനിപ്പോ ഒന്നും കിട്ടൂല. പ്രതീക്ഷയില്ല പോവാ. Shifana,